ക്ലിയർ ആണ് സാറേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 62 ആയത്തുകളുടെ ആശയങ്ങളാണ് നാം ഗ്രഹിച്ചത്. ഇന്ന് നമുക്ക് 63 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവഅജിബ്തും അൻ ജാഅകും ദിക്റും മിർ റബ്ബിക്കും അലാ റജുലിൻ മിൻകും ലിയുൻദിറകും വലിതത്തഖൂ വലഅല്ലകും തുർഹമൂൻ. فكذبوه فأنجيناه والذين معه في الفلك وأغرقنا الذين كذبوا بآياتنا إنهم كانوا قوما عمين. നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രബോധന ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നൂഹ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു. നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, നിങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല, നിങ്ങൾ വരാനിരിക്കുന്ന ഭയാനകമായ അന്ത്യനാളിനെ കുറിച്ച് സൂക്ഷിക്കണം, ഭയപ്പെടണം എന്നൊക്കെ അവര് നൂഹ് അലൈഹിസ്സലാം ആ സമൂഹത്തെ ഉണർത്തുകയുണ്ടായി. അപ്പൊ ആ സമൂഹം പ്രതികരിച്ച എങ്ങനെയാണ്? നിന്നെ വഴിതെറ്റിയവനായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്നായിരുന്നു. അപ്പൊ നൂഹ് അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഞാൻ അങ്ങനെ വഴി തെറ്റിയിട്ടില്ല. എൻ്റെ വ്യക്തിജീവിതമോ കുടുംബജീവിതമോ എൻ്റെ ആദർശമോ ഒന്നും വഴികേടല്ല. ഞാൻ റബ്ബുൽ ആലമീനിൽ നിന്നുള്ള ദൈവദൂതനാണ്. എൻ്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി, 62-ാമത്തെ ആയത്തിൽ പരാമർശം. ഞാൻ നിങ്ങൾക്ക് ദൈവിക സന്ദേശം എത്തിച്ചു തരികയാണ്. ബല്ലഗ യുബല്ലിഗു, എത്തിച്ചു എന്നാണ് അർത്ഥം. തബ്ലീഗ് നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ് അല്ലെ? നമ്മുടെ നാട്ടിൽ തബ്ലീഗ് ജമാഅത്ത് എന്നൊരു സംഘമുണ്ട്. തബ്ലീഗ് എന്ന് പറയുമ്പോൾ സന്ദേശം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എത്തിക്കുക എന്നുള്ളതല്ല, സാന്ദർഭികമായി സമൂഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് കാര്യങ്ങളെ അവരുടെ മനസ്സുകളിൽ ഘട്ടം ഘട്ടമായിട്ട് എത്തിക്കുന്ന രീതിയാണ്. ഉബല്ലിഗുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു, റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിന്റെ സന്ദേശം. എൻ്റെ സന്ദേശമല്ല, എൻ്റെ നാഥനിൽ നിന്നുള്ള സന്ദേശം. അപ്പോഴാണ് പ്രവാചകൻ റസൂലാകുന്നത് അല്ലേ? സ്വന്തം വാക്കുകളല്ല, ദൈവിക സന്ദേശമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. സ്വന്തം ഇച്ഛ അനുസരിച്ച്
അവിടുന്ന് ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല, മറിച്ച് അവിടുത്തെ നാവിലൂടെ കേൾപ്പിക്കപ്പെടുന്ന വചനങ്ങൾ ദിവ്യവചനങ്ങളായിട്ട് കേൾപ്പിക്കപ്പെടുന്നത് വഹയു യൂഹ, വഹയായി നൽകപ്പെട്ടതാണ്. അപ്പൊ അതിനാൽ നൂഹ് അലൈഹി ഇസ്ലാം ആ ആധികാരികത ബോധ്യപ്പെടുത്തിയാണ് ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി. തുടർന്ന് പറഞ്ഞു വ അൻസഹു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയുള്ളവനുമാണ്. വ അൻസഹു, ഞാൻ ഗുണകാംക്ഷാപൂർവം പ്രവർത്തിക്കുന്നു, ലക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നസഹ എന്ന് മാത്രം പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്, പക്ഷെ അതിൻ്റെ കൂടെ ലാമ് ചേരുമ്പോൾ അൻസഹു ലക്കും എന്ന ലി എന്ന ശബ്ദം കൂടി ചേരുമ്പോൾ നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിച്ച് സ്വാർത്ഥമായി ഒന്നും ഒരു താല്പര്യവും മനസ്സിൽ കൊണ്ടു നടക്കാതെ എന്ന ആശയം കൂടിയുണ്ട്. പ്രസിദ്ധമായൊരു ഹദീസ് ഉണ്ടല്ലോ, അദ്ദീനു അന്നസീഹ, ദീൻ എന്നാൽ ഗുണകാംക്ഷയാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ലിമൻ, ആരോടാണ്? ലില്ലാഹി, അള്ളാഹുവോട്, വലി റസൂലിഹി, വലിൽ മുഅ്മിനീൻ, വിശ്വാസികളോട്, പ്രവാചകരോട്, സകല മനുഷ്യരോടും ഉള്ള ഗുണകാംക്ഷയാണ് എന്ന് പറയും. അപ്പൊ ലീ ചേരുമ്പോൾ സ്വാർത്ഥമേതുമില്ലാത്ത ഗുണകാംക്ഷ എന്നൊരാശയം അതിലടങ്ങിയിട്ടുണ്ട്. അതാണ് അൻസഹുല്ലക്കും, ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷാപൂർവം വർത്തിക്കുന്നു. നിങ്ങൾ എങ്ങനെയെങ്കിലും സത്യമാർഗത്തിൽ എത്തണം, നിങ്ങളുടെ ജീവിതം ഇഹപര വിജയം വരിക്കണം, നിങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേരണം. ഈ ഒരു ഗുണകാംക്ഷാപൂർവമായ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം, ആലമു മിനല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ നിന്ന് അറിയുന്നു, മാ ഒന്ന്, ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത്. അതെന്താണ്? അതാണ് വഹയ്, അല്ലെ? ഞാൻ കേവലം സ്വയം ചിന്തിച്ചുണ്ടാക്കിയ എന്തൊക്കെയോ ആശയങ്ങൾ പങ്കുവെക്കുകയല്ല. അങ്ങനെയാണല്ലോ ലോകത്തെ ഭൗതിക പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അവരിലെ കൂടുതൽ ബുദ്ധിയും ശേഷിയുമുള്ള ആളുകൾ സ്വയം ചിന്തിച്ചുണ്ടാക്കിയ മനുഷ്യനിർമ്മിതമായ ആശയങ്ങളാണ് പങ്കുവെക്കുക. അതിൽ ചിലപ്പോൾ നന്മയുണ്ടാകും, സത്യമുണ്ടാകും, ചിലപ്പോൾ അത് അർദ്ധസത്യമാകും, ചിലപ്പോൾ തികച്ചും ഭൗതിക താല്പര്യങ്ങൾ മുൻനിർത്തി ഉള്ളതാകും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ലഭിക്കുന്ന അറിവ് ദൈവികമാണ്, അത് വഹയാണ്. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് എന്ന് ചേർത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല, കാരണം നിങ്ങളുടെ ബൗദ്ധികമായ നിലവാരത്തിന്, ബുദ്ധിപരമായ നിലവാരത്തിനൊക്കെ അപ്പുറമുള്ളതായിരിക്കും. പക്ഷെ ഞാൻ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങളുടെ യുക്തിക്കും അതുപോലെ ബുദ്ധിക്കും പ്രായോഗികതയ്ക്കും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കും അത് എന്നത് അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ നൂഹ് അലൈഹിസ്സലാം അവരെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് 63 ഒരു ചോദ്യമാണ്. അവ അജിബത്തും, ആണോ, ചോദ്യമാണല്ലോ. അജബ് എന്താണ്? അത്ഭുതം, കൗതുകം. അജിബത്തും, നിങ്ങൾ അത്ഭുതപ്പെട്ടു. വ അജിബത്തും, നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? അവിടെ ഒരു വാവുണ്ടല്ലേ. വാവ് സാധാരണ എന്ന് ചേർത്ത് പറയാനാണല്ലോ ഉപയോഗിക്കുക. അപ്പൊ എന്തായിരിക്കും, എന്തിനോടാ ചേർത്ത് പറയുന്നത്? ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നത് അവിടെ വേറൊരു വാക്കുകൂടി സങ്കല്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കദ്ദബത്തും വ അജിബത്തും എന്നാണ്. നിങ്ങൾ ഞാൻ പറയുന്ന ഈ ദൈവിക സന്ദേശത്തെ തള്ളിപ്പറയുകയും എന്നിട്ട് കൗതുകം പ്രകടിപ്പിക്കുകയുമാണോ? വ അജിബത്തും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. അൻജാഅക്കും, നിങ്ങൾക്ക് വന്നതിനാൽ, ദിക്റും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ദിക്ർ, ഉത്ബോധനം വന്നതില് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? ആർക്കാ വന്നത്? അലാ റജുലിൻ മിൻ, നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യന്. അതുകൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. എന്തിനാണ് ആ മനുഷ്യൻ വന്നത്? ലിയുൻദിറക്കും, നിങ്ങൾക്ക് മുന്നറിയിപ്പും താക്കീതും നൽകാൻ വേണ്ടിയാണ്. വരാനിരിക്കുന്ന വിപത്തുകളെ കുറിച്ച്, പരലോക ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകാൻ വേണ്ടിയിട്ട് വന്നതാണ്. വലിതത്തഖൂ, പിന്നെ എന്തിനാ വന്നതെന്നറിയോ ആ പ്രവാചകൻ? വലിതത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവർ, ദൈവഭയമുള്ളവരാകാൻ വേണ്ടിയുമാണ്. അങ്ങനെയൊക്കെ ആയാൽ വലഅല്ലക്കും തുർഹമൂൻ, ലഅല്ല, നിങ്ങൾ
ആയിത്തീരും, ആകാൻ വേണ്ടി കൂടിയാണ് തുർഹമൂൻ, കരുണ നൽകപ്പെടുന്നവർ, ദൈവികമായ കാരുണ്യത്തിന് അർഹരാകുന്നവരാകാൻ വേണ്ടിയുമാണ്. ഇതിലെന്താ ഇത്ര അത്ഭുതപ്പെടാനുള്ളത് എന്നാണ് നൂഹ് അലൈഹിസ്സലാം ജനതയോട് ചോദിക്കുന്നത്. അവഅജിബ്തും അൻ ജാഅക്കും ദിക്റും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന്, അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. എൻ്റെ പടച്ചവനല്ല പറയുന്നത്, നിങ്ങളുടെ കൂടി പടച്ചവനാണ്, അല്ലേ? നിങ്ങളെ പടച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളൊക്കെ തന്ന അതേ പടച്ചവൻ. അവഅജിബ്തും അൻ ജാഅക്കും ദിക്റും മിർ റബ്ബിക്കും, വളരെ ബോധപൂർവമാണ് പ്രവാചകൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ റബ്ബ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ റബ്ബാണോ? ഞങ്ങൾ വേറെ പല ദൈവങ്ങളെയാണല്ലോ ആരാധിച്ചിരിക്കുന്നത്, അപ്പൊ ഇതെങ്ങനെ ഞങ്ങളുടെ റബ്ബാകും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും, അല്ലെ? അവഅജിബ്തും അൻ ജാഅക്കും ദിക്റും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ദിക്ർ നിങ്ങൾക്ക് വന്നതിനാൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? അലാ റജുലിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യന്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ. റജുൽ എന്ന് പറയുമ്പോൾ പുരുഷൻ എന്ന് തന്നെ മനസ്സിലാക്കാം, അതുപോലെ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ രണ്ടും പ്രസക്തമാണ്. കാരണം മനുഷ്യൻ പ്രവാചകനാവോ? ഇത് നമ്മുടെ നൂഹല്ലേ, അല്ലേ? നമ്മുടെ കൂടെ കളിച്ചു നടന്ന, നമ്മുടെ കൂടെ സ്കൂളിൽ വന്ന, നമ്മുടെ കൂടെ പല ഇടപാടുകളും നടത്തിയിട്ടുള്ള, നമ്മെപ്പോലൊരു മനുഷ്യൻ, വിശപ്പുള്ള, ദാഹമുള്ള, ചിരിക്കുന്ന, കരയുന്ന, സന്തോഷിക്കുന്ന, സങ്കടപ്പെടുന്ന, അല്ലേ? ഇങ്ങനെ ഒരു മനുഷ്യനാണല്ലോ ഇയാള്. അപ്പൊ ഇയാളെങ്ങനെ പ്രവാചകനായി? പെട്ടെന്നൊരു ദിവസം ഞാൻ പ്രവാചകനായിരിക്കുന്നു എന്ന് പറഞ്ഞ് വാദിക്കണം. ചില സിദ്ധന്മാരും മന്ത്രവാദികൾ ഇങ്ങനെ പലരും പ്രത്യക്ഷപ്പെടുന്നില്ലേ? പെട്ടെന്നൊരു ദിവസം അയാള് ഒരു ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിലൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെ രംഗത്ത് വന്ന ആളാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ, കൗതുകപ്പെടുകയാണോ? പ്രവാചകന്മാർ മനുഷ്യരായിരിക്കും, എപ്പോഴും അങ്ങനെയാണ്. മലക്കിനെ അള്ളാഹു പ്രവാചകനായിട്ട് അയക്കില്ല. കാരണം മലക്ക് വന്നിട്ട് കാര്യമില്ല. മലക്കിന് വിശപ്പില്ല, ദാഹമില്ല, ശാരീരികമായ ആഗ്രഹങ്ങളില്ല. മനുഷ്യനെ പോലെയുള്ള ജീവിതക്രമമല്ല മലക്കിൻ്റെത്. അതുകൊണ്ട് തന്നെ മലക്ക് വന്നാൽ മനുഷ്യന്റെ മുമ്പിൽ എങ്ങനെ മാതൃകയായിട്ട് ജീവിച്ചു കാണിക്കും? നേരത്തെ സൂറത്തുൽ അൻആമിലൊക്കെ നമ്മൾ പഠിച്ചാൻ. അതുകൊണ്ടാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യനായ ഒരു പ്രവാചകൻ മനുഷ്യർക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, അല്ലെ? മറ്റൊന്ന്, റജുൽ എന്ന വാക്കിന് പുരുഷൻ എന്ന അർത്ഥം കൂടിയുണ്ടല്ലോ. ഇപ്പൊ ലോകത്ത് വനിതാ പ്രവാചകർ വന്നതായിട്ട് തെളിവുകളില്ല. ചിലരൊക്കെ അങ്ങനെ വാദിക്കുന്നുണ്ട്, അല്ലെ? ചില സ്ത്രീപക്ഷവാദികൾ എന്നൊക്കെ പറയാം ഇന്നത്തെ കാലത്ത്. ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ വാദിക്കുന്ന ചിലർ ആ നിലയ്ക്കൊക്കെ പറയാറുണ്ട്, എന്തുകൊണ്ടൊരു വനിത പ്രവാചക സംഭവിച്ചുകൂടാ? ആകാവുന്നതാണ്, പക്ഷെ കൃത്യമായ തെളിവുകൾ അതിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഇവിടെ അല റജുലിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ എന്നുള്ള ആശയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് സൂറ അൽ കഹ്ഫിലെ ഒടുവിലത്തെ ആയത്തില്ലേ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. അങ്ങനെ തന്നെയാണ് വാചകത്തിന്റെ അർത്ഥം. പക്ഷെ അവിടെ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് അങ്ങനെയൊക്കെ പറയണോ? അങ്ങനെ പറയേണ്ടതില്ല. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ വിചാരങ്ങളുള്ള, ദാഹവും വിശപ്പും ഉള്ള മനുഷ്യനാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, യൂഹ ഇലയ്യ, എന്നെ നിങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് എനിക്ക് വഹി ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ റസൂലിനെ കുറിച്ച് മക്കക്കാര് സംശയിക്കുകയാണ്, ഇതെങ്ങനെ ഈ മുഹമ്മദ് പ്രവാചകനാവും? നമ്മുടെ കൂടെ കളിച്ച് നടന്ന്, ആടുകളെ മേച്ച് നടന്ന്, നമ്മോടൊപ്പം കച്ചവട യാത്രകൾ നടത്തിയ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എങ്ങനെ പ്രവാചകനാകും? ഇത് മക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇവിടെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോൾ അന്ന് ആ സമൂഹവും പ്രവാചകനെ കുറിച്ച് ഇതേ സംശയം ഉന്നയിച്ചിരുന്നു, ഒരു മനുഷ്യൻ എങ്ങനെ പ്രവാചകനാകും?
അപ്പൊ മനുഷ്യനല്ലാതെ മറ്റൊരാൾ എങ്ങനെ പ്രവാചകനാകും? മറ്റേതെങ്കിലും ജീവി വർഗത്തിൽപ്പെട്ട ആൾ പ്രവാചകനായാൽ അതെങ്ങനെ മനുഷ്യന് മാതൃകയാകും എന്നത് മറുചോദ്യമാണ്. അതിനാൽ നിങ്ങൾ എന്താ ഇങ്ങനെ അത്ഭുതപ്പെടുന്നത് എന്ന് നൂഹ് അലൈഹി ഇസ്ലാം ചോദിച്ചു. അപ്പൊ ഞാൻ വന്നതെന്തിനാണ്? ലിയുൻദിറക്കും വലിതത്തഖൂ വലഅല്ലക്കും തുർഹമൂൻ. 3 ലക്ഷ്യങ്ങൾ പറയാണ് അല്ലെ. എന്തൊക്കെയാണ് 3 കാര്യങ്ങള്? ലിയുൻദിറക്കും, ആ പ്രവാചകനാകുന്ന ആള് നിങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താണ്? 2 താക്കീതുകളാണ് ഉള്ളത്. അതിൽ ഒന്ന് പരമപ്രധാനമായ പരലോക ശിക്ഷയുമായി ബന്ധപ്പെട്ട താക്കീതാണ്. രണ്ടാമത്തേത് ഒരു പ്രവാചകനെ ധിക്കരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്ത് തന്നെ നിങ്ങൾ ശിക്ഷിക്കപ്പെടാനിടയുണ്ട് എന്ന താക്കീതാണ് അല്ലേ. അങ്ങനെ സംഭവിച്ചല്ലോ. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയില് മഹാപ്രളയം സംഭവിച്ചു. വലിതത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, നിങ്ങൾ ജീവിത വിശുദ്ധി നേടാൻ വേണ്ടിയിട്ടാണ് ആ പ്രവാചകൻ വന്നിരിക്കുന്നത്. വലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ ദിവ്യകാരുണ്യത്തിന് അർഹരാകാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പൊ അതിനാൽ അംഗീകരിക്കല്ലേ നല്ലത്. എന്തിനാണ് വഴിമാറി സഞ്ചരിക്കുന്നത് എന്ന് നൂഹ് അലൈഹിസ്സലാം ചോദിക്കാൻ. പക്ഷെ എന്താ അവരുടെ പ്രതികരണം? അടുത്ത ആയത്ത് 64. ഫകദ്ദബൂഹു, അപ്പോ കദ്ദബൂ, അവർ കളവാക്കി, ഹു, അദ്ദേഹത്തെ, നൂഹ് അലൈഹിസ്സലാമിനെ. ഫകദ്ദബൂഹു, ഒറ്റൊരു വാചകം മാത്രം പറയാം അല്ലാഹു. 950 കൊല്ലത്തെ പ്രബോധന പ്രവർത്തനം മുൻനിർത്തിയിട്ട് ആ സമൂഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് ഒറ്റ വാചകത്തില്. അപ്പോ അവര് അദ്ദേഹത്തെ കളവാക്കി. അതുപോലെ അതിലെല്ലാം ഉണ്ടാകും. അള്ളാഹുവെ തള്ളിപ്പറഞ്ഞു, ആ പ്രവാചകന്റെ സന്ദേശങ്ങളെ തള്ളിപ്പറഞ്ഞു. ഇനി നൂഹ് അലൈഹി ഇസ്ലാമിന് വേദം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവർ തള്ളിപ്പറഞ്ഞു. ആ വിശുദ്ധമായ ജീവിത ശൈലിയെ തള്ളിപ്പറഞ്ഞു, മുഅ്ജിസത്തുകളെ തള്ളിപ്പറഞ്ഞു. എല്ലാം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോ അള്ളാഹു തആല നടപടിക്രമത്തിലേക്ക് പോവാണ്. അൻജൈനാഹു, അൻജാ, രക്ഷപ്പെടുത്തി. അൻജൈന, നാം രക്ഷപ്പെടുത്തി. ഹു, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി, നൂഹ് അലൈഹി ഇസ്ലാമിനെ. വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും രക്ഷപ്പെടുത്തി. വല്ലദീന, ഒരു കൂട്ടരെയും, മഅ, കൂടെ, ഹു, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെയും രക്ഷപ്പെടുത്തി. ഫിൽ ഫുൽക്ക്, ആ കപ്പലിൽ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംബന്ധമായിട്ട് പരാമർശിച്ചിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയാൽ, അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ, വഹീന്റെ അടിസ്ഥാനത്തിലാണ് മരുഭൂമിയിലെ മലമുകളിൽ കപ്പൽ നിർമ്മിക്കുന്നത്. അപ്പോൾ അവരതിനെയൊക്കെ കളിയാക്കി. എന്നിട്ടോ ഒടുവില് മഴയങ്ങ് പെയ്തു, ഭൂമിയിൽ നിന്ന് വെള്ളം ഉറവ് പൊട്ടി. അങ്ങനെ ഉണ്ടായ സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അള്ളാഹു തആല കപ്പലൊരുക്കാൻ പറഞ്ഞിരുന്നു. കപ്പലൊരുക്കി, പ്രളയമുണ്ടായി. അങ്ങനെ ആ പ്രളയവേളയിൽ അള്ളാഹു എന്ത് ചെയ്തു? ഫഅൻജൈനാഹു വല്ലദീന മഅഹു ഫിൽ ഫുൽക്ക്, ആ കപ്പലിൽ അവരെ രക്ഷപ്പെടുത്തി. വല്ലദീന മഅഹു എന്ന് പറയുമ്പോൾ വിരലിലെണ്ണാവുന്ന എന്ന് നമ്മൾ പറയുന്ന 100-ൽ താഴെ അംഗങ്ങളുള്ള വിശ്വാസി സമൂഹം. അതേപോലെ ജീവജാലങ്ങളിലെ ഇണകൾ അല്ലെ, അവരെയാണ് കപ്പലിലേറ്റിയത്. വഅഗ്റഖ്ന, ഗറഖ, മുങ്ങി. അഗ്റഖ, മുക്കി എന്നാണ് അർത്ഥം. വഅഗ്റഖ്ന അല്ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ സൂക്തങ്ങളെ തള്ളിപ്പറഞ്ഞവരെ നാം മുക്കിക്കളഞ്ഞു. അഗ്റഖ്ന, നാം മുക്കി എന്ന് തന്നെ പറഞ്ഞത്. അള്ളാഹുവിന്റെ ശിക്ഷ വന്നു ഭവിച്ചതാണ്. അല്ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, സൂക്തങ്ങളെ തള്ളിപ്പറഞ്ഞവരെ മുക്കിക്കളഞ്ഞു. ഇന്നഹും, എന്നിട്ട് അള്ളാഹു അവരെ കുറിച്ച് പറയാണ്, ഇന്നഹും, നിശ്ചയം അവര്, കാനു, ആയിരുന്നു, കൗമൻ, ഒരു ജനതയായിരുന്നു, അമീൻ, എങ്ങനെയുള്ളവരാണ്? അന്ധരായി പോയ ജനതയായിരുന്നു അവര് എന്ന് പറയാണ്. അവർ അന്ധരായ ജനതയായിരുന്നു. എന്താണ് അവരെ ബാധിച്ച അന്ധത? എന്തായിരുന്നു? അത് വല്ലാത്തൊരു അന്ധതയാണ്. കണ്ണ് കാണാതെ ആയിപ്പോയതാണോ? അല്ല, മറിച്ച് അവരുടെ മനസ്സുകൾക്ക് അന്ധത ബാധിച്ചു അല്ലേ. മാംസനിബദ്ധമായ നമ്മുടെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിന് ശാരീരികമായ
അവസ്ഥയിൽ അന്ധത ബാധിക്കാം. പക്ഷെ ഇവിടെ ഇവരെ കുറിച്ച് പറയുമ്പോൾ ഇവര് മാനസികമായ അന്ധത ബാധിച്ചവരാണ്. സൂറത്തുൽ ഹജ്ജിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ. അവരെ കണ്ണുകളല്ല അന്ധത ബാധിച്ചത്, അവരുടെ നെഞ്ചകത്തെ കൽബിനാണ്, ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത് എന്നൊരു പ്രയോഗമുണ്ട്. അൽ അഅമ, അഅമ എന്നാണ് പൊതുവെ അന്ധൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുക, അല്ലെ? ഉമ്യ, സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ. ഉമ്യ അന്ധത എന്നാണ് അർത്ഥം. അമുൻ എന്ന് പറഞ്ഞാൽ അന്ധൻ എന്നർത്ഥമുണ്ട്. അമ്മ ഷദ്ദില്ല, അമുൻ അന്ധൻ എന്നാണ്. അതിന്റെ ബഹുവചനാണ് അമീൻ അല്ലെങ്കിൽ അമൂൻ എന്നൊക്കെ പറയുന്ന പ്രയോഗം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? യുക്തിശൂന്യമായ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസ അനാചാരങ്ങൾ, അത്തരത്തിലുള്ള വിചാരങ്ങൾ, ഇങ്ങനെ പലതിനും മനുഷ്യൻ ചെന്ന് പെടുമ്പോൾ അവൻ ശരിക്കും ഒരു അന്ധനെ പോലെ ഇരിക്കും. എത്ര പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് ബോധ്യപ്പെടൂല. എന്നാലും അങ്ങനെ അല്ലല്ലോ, അല്ലെ? ഞാൻ മനസ്സിലാക്കി അങ്ങനെ അല്ലല്ലോ, അല്ലെങ്കിൽ കാരണവുമാരായിട്ട് ചെയ്തു വന്നത് അങ്ങനെ അല്ലല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുതരം അന്ധത ബാധിച്ച അവസ്ഥയിലേക്ക് അവർ മാറും എന്നുള്ളതാണ്. അതാണ് ഇവിടെ അവർക്ക് സംഭവിച്ചത്. അള്ളാഹു 950 കൊല്ലം തന്റെ പ്രവാചകരിലൂടെ അവരെ നന്നാക്കാൻ ശ്രമിച്ചിട്ടും അവര് വഴിപ്പെട്ടില്ല. ഇന്നഹും കാനൂ ഖൗമൻ അമീൻ. അപ്പൊ അള്ളാഹു അവിടെ അക്രമം പ്രവർത്തിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് അവർ ഈ ശിക്ഷക്ക് അർഹരായിരുന്നു. കാരണം അള്ളാഹുവിന്റെ ദുനിയാവല്ല ഇത്. ഈ ദുനിയാവിൽ ജീവിക്കാൻ ഒരാൾ അർഹനല്ല എന്ന് സ്വയം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സമൂഹം. അപ്പൊ പിന്നെ എന്താ അവർക്ക് നല്ലത്? ദുനിയാവിൽ നിന്ന് പുറത്തു പോകലാണ്. അതിനാണ് അള്ളാഹു താല ശിക്ഷ ഒരുക്കുന്നത്. അത് പടച്ചതമ്പുരാന്റെ നടപടിക്രമമാണ്, പ്രകൃതി നിയമമാണ് എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അത് സംഭവിച്ചു. ഇവിടെ അള്ളാഹു പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നത് ഇത് മുൻനിർത്തിയിട്ട് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ, ആ ജീവിതത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ ഇങ്ങനെ തള്ളി പറയുമ്പോൾ ഇതൊരു പുതിയ സംഭവമാണല്ലോ എന്ന് തോന്നേണ്ടതില്ല. ഇപ്പൊ നമ്മുടെ കാലത്ത് ആലോചിച്ച് നോക്കൂ, പ്രവാചകരില്ല, അതേ സമയത്ത് മുസ്ലിം ഉമ്മത്ത് നിരന്തരം ഈ അവസ്ഥയിൽ തള്ളിപ്പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നിങ്ങൾ വഴികേടിലാണ്, നിങ്ങൾ പ്രാകൃത സമൂഹമാണ്, ഇതൊന്നും ഈ കാലത്ത് പറയാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ സത്യവിശ്വാസികളെ, ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന് ഈ കാലത്ത് ഒരു പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഈ യുക്തിവാദികൾ, ലിബറലുകൾ, നിരീശ്വരവാദികൾ, ഇങ്ങനെയൊക്കെയുള്ള സകലർക്കും ഇതേ അന്ധത ബാധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കാരുണ്യത്താൽ ദുനിയാവ് അങ്ങനെ മുന്നോട്ട് പോവുക മാത്രമാണ്, അല്ലെ? അതിനാൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാൻ ആളുകൾ പ്രേരിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നുകൂടി നാം ഇവിടെ മനസ്സിലാക്കണം. 950 കൊല്ലം നൂഹ് അലൈഹി ഇസ്ലാം പണിയെടുത്തെങ്കിലേ, നമ്മളൊക്കെ ആലോചിച്ച് നോക്കും. ഒരിക്കൽ ഖുറാൻ ക്ലാസ്സിലേക്ക് വിളിച്ചു, അപ്പൊ അയാൾ വന്നില്ല. രണ്ടാമത് വിളിച്ചു, അപ്പോഴും വന്നില്ല, അല്ലെ? മൂന്നാമത് ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. പിന്നെ നമ്മൾ തീരുമാനിച്ചു ഇയാൾ നന്നാവൂല. അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. അങ്ങനെയാണല്ലോ. അങ്ങനെ നിരാശപ്പെട്ടു പോകരുത്. ഏത് അർത്ഥത്തിൽ നിരന്തരമായ ശ്രമങ്ങൾ ഉണ്ടാവണം. ബാക്കി തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നതാണ്. അപ്പൊ ഇവിടെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു, അല്ലെ? മൊത്തത്തിലൊരു ധാരണ നമുക്ക് ലഭിച്ചു. ഇനി സൂറത്തു നൂഹിലുണ്ട്, സൂറ അശ്ശുഅറായിലും മറ്റു പലയിടങ്ങളിലും വിശദാംശങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. സൂറത്തു ഹൂദിലുണ്ട്. അങ്ങനെ പലയിടങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്നു. എല്ലാം വായിച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല ഇവിടെ ചില പ്രവാചക സമൂഹങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയുന്ന ആരെ കുറിച്ചാണ്? ആദ് ജനതയെ കുറിച്ചാണ്. ആദ് ജനതയിലേക്ക് വന്ന പ്രവാചകൻ ഹൂദ് അലൈഹിസ്സലാം ആയിരുന്നു, അല്ലെ? നമുക്കറിയാം, നൂഹ് അലൈഹിസ്ലാമിന്റെ ജനതയ്ക്ക് ശേഷം ഏറ്റവും പൗരാണികമായ, ഏറ്റവും പഴയ സമൂഹം ആദ് ജനതയാണ് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ആദ് ജനത. ആദിന്റെ മറ്റൊരു പേരെന്താ? ഇറം എന്നാണ്. ഇറമ ദാത്തിൽ ഇമാദ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. സൂറത്തുൽ ഫജ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്.
അപ്പൊ അവരുടെ മറ്റൊരു പേരാണ് ഇറം എന്നത്. ഇറം എന്നത് അവരുടെ വേറൊരു വല്യപ്പാന്റെ പേരായിരിക്കണം, അതിനോട് ചേർത്ത് പറയാണ്. അപ്പൊ ആദ് എന്നും ഇറമു ആദ് എന്നും ഒക്കെ അവരെ കുറിച്ച് പറയും. അറബികളുടെയും അറബി ഭാഷയുടെയും ഉത്ഭവം ആദ് ജനതയിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിപുരാതനം എന്ന് പറയാൻ ആദിയ് എന്ന വാക്ക് ഉപയോഗിക്കും. ആദ് എന്ന വാക്കിൽ നിന്ന് ആദിയ് എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ ആദികാലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെ? ആദികാലം എന്ന് പറയുമ്പോൾ അതിൽ ആദ് ഉണ്ട് എന്ന് പറയാം. ആദിമം എന്ന് നമ്മൾ പറയാറുണ്ട്, അതിൽ ആദം എന്ന വാക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ആദിമം, അതുപോലെ ആദികാലം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിലൊക്കെ അറബി വാക്കിന്റെ ഒരു ശൈലി ഉൾക്കൊള്ളുന്നതായിട്ട് പറയാം. ആദ്യമായിട്ട് അറബി സംസാരിച്ചത് ഹൂദ് അലൈഹിസ്സലാമാണ് എന്നൊരു ഐതിഹ്യമുണ്ട്. തെളിവ് പറയാൻ സാധ്യമല്ല, അതുകൊണ്ട് ഐതിഹ്യമായിട്ടത് പറയപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ് ഇവരുടെ പരമ്പര വരുന്നത്? എങ്ങനെയാണ്? നൂഹ് അലൈഹി ഇസ്ലാമുമായിട്ടുള്ള ബന്ധം എന്താണ്? നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഒരു പുത്രനാണ് സാം. സാം എന്ന് ഇപ്പോഴും പേരിടാറുണ്ട്. സാമുവേൽ ഉണ്ടല്ലോ ക്രൈസ്തവരില്. നൂഹിന്റെ പുത്രൻ സാം, സാമിന്റെ പുത്രൻ ഇറം, നേരത്തെ പറഞ്ഞ ഇറം, ഇറമിന്റെ പുത്രൻ ഔസ്, ഔസിന്റെ പുത്രൻ ആദ്. അങ്ങനെയാണ് അതിന്റെ പ്രയോഗം. ആ നിലയിലാണ് അതിനെ മനസ്സിലാക്കുക. അപ്പോ നമ്മൾ പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് പറയാം. എങ്ങനെ? ആദ് ഇബ്നു ഔസ് ഇബ്നു ഇറം ഇബ്നു സാം ഇബ്നു നൂഹ്. ഇങ്ങനെ 4-5 തലമുറകളുടെ അകലത്തില് നൂഹ് അലൈഹിസ്സലാമുമായിട്ട് ആദ് ജനത സന്ധിക്കുന്നുണ്ട്. ആ കുടുംബ വംശ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ് വംശത്തിന്റെ കുലപതി ഇറം ആയിരുന്നു. അതുകൊണ്ടാണ് ഇറം എന്ന നിലക്ക് അവര് അറിയപ്പെട്ടിരുന്നത് എന്നതാണ് മറ്റൊരു വിശദീകരണം. ആദിന്റെ പിതാമഹൻ ഇറം വസിച്ചിരുന്നത് ബാബിലോണിയയിലാണ്. സൂറത്തുൽ ബഖറയിലില്ലേ ബി ബാബില ഹാറൂത്ത് വ മാറൂത്ത് എന്ന് പറയുന്ന ബാബിൽ ഉണ്ടല്ലോ, ആ ബാബിലോണിലായിരുന്നു ഇവരുടെ ആസ്ഥാനം. ആദിന്റെ കാലത്ത് ഇവരെങ്ങോട്ട് പോയി? അഹ്ഖാഫ് എന്ന് അറിയപ്പെടുന്ന പ്രദേശത്തേക്ക് കുടിയേറി. മണൽക്കൂനകൾ, സൂറത്തുൽ അഹ്ഖാഫ് ഉണ്ടല്ലോ ഖുർആനില്, ആ പ്രദേശത്തേക്ക് അവർ കുടിയേറി. അപ്പൊ യമനിനും ഹദർമൗത്തിനും ഇടയിലാണ് അഹ്ഖാഫ് സ്ഥിതി ചെയ്യുന്നത്. യമൻ ഇന്നും നിലനിൽക്കുന്ന നാടാണ്. ഹദർമൗത്ത് എന്ന പ്രദേശമുണ്ട്. അപ്പോൾ രണ്ടിനും ഇടയിലാണ് അഹ്ഖാഫ്. ആദ് വംശം അവിടെ നിന്ന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും അങ്ങനെ അവിടെ വിശാലമായ ഒരു നാഗരികത എന്ന് പറഞ്ഞാൽ ആ വലിയ പരിഷ്കാരം സിദ്ധിച്ച ഒരു ജനതയായിട്ട് അവർ വളർന്നു വികസിച്ചു എന്നാണ്. അതിനെക്കുറിച്ച് മറ്റു പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആദ് വലിയ മനുഷ്യന്മാരായിരുന്നു, ദീർഘകായന്മാര് എന്ന് പറഞ്ഞ വലിയ ഉയരമുള്ള മനുഷ്യന്മാരാണ്, ഭയങ്കര ബലമുള്ളവരാണ്, കരുത്തന്മാരാണ്. അതനുസരിച്ച് കൗശലങ്ങളും അതുപോലെ കരുത്തും പ്രകടിപ്പിച്ചിരുന്നവരാണ് അവർ. അവരുടെ ഉയരത്തെക്കുറിച്ചൊക്കെ പറയുന്നത് 12 മുഴം, 12 മുഴം ഉയരമാണ് ഒരു മനുഷ്യനുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ കാലത്ത് നല്ല ഉയരമുള്ള ഒരാൾ ഒരു 6 മുഴമൊക്കെ ഉണ്ടാവും അല്ലെ? 12 മുഴം, അതല്ല 60 മുഴമാണ്. അതുമല്ല 80 മാറ്. മാറെന്ന് പറഞ്ഞാൽ 2 കൈകൾ ഇങ്ങനെ നീട്ടി വിരുത്തി വെച്ചാലുള്ള അത്രയാണല്ലോ. 80 മാറ് എന്ന് പറഞ്ഞാല് വലിയ ഒരു തെങ്ങിന്റെ അല്ലെ, അല്ലെങ്കിൽ അതിനേക്കാളും ഉയരമുള്ള വലിയ മനുഷ്യന്മാരായിരുന്നു അവരെന്ന് പറയുന്നു. ഉയരത്തിനൊത്ത വണ്ണവും ഉണ്ടായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതശൈലി മൊത്തത്തിൽ ആ സ്റ്റൈലിലാണ് എന്ന് മനസ്സിലാക്കണം. അവരുടെ വിളകൾ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന പോലുള്ള അരിയാണെങ്കിൽ അവർക്കതൊന്നും കുറിക്കാൻ പോലും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അവര് കഴിക്കുന്ന അരി എന്തായിരിക്കും? മിനിമം ഒരു ചക്കയുടെങ്കിലും വലിപ്പം ഉണ്ടാവേണ്ടി വരും എന്ന് പറയാം. അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനെക്കുറിച്ച് ആ നിലയ്ക്ക് പല തരത്തിലുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ മാതളം ഉണ്ടല്ലോ, മാതളം, പിന്നെ അനാർ. അപ്പൊ അതിന്റെ തോട്, അവര് കഴിച്ചിരുന്ന അനാറിന്റെ തോടിന്റെ ഉള്ളില് നമ്മെപ്പോലുള്ള 10 പേർക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ അവര് കാലിലെ പെരുവിരൽ കൊണ്ട് ഒന്ന് അമർത്തി കൊഴിച്ചാൽ അതൊരു കിണറായിട്ട് മാറും
എന്നാ പറയുന്നത്. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ഒരു വലിയ ഒരു വാതില് പ്രവാചക കാലഘട്ടത്തിൽ മരുഭൂമിയിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വാതില്, ആ വാതില് ഒരു 10-15 പേര് ഒരുമിച്ച് കൂടിയാണ് ഒന്ന് മറിച്ചിട്ടത് എന്നാ പറയുന്നത്. വാതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിരൽ കൊണ്ട് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നതല്ലേ. അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇങ്ങനെയൊക്കെ പല അതിശയോക്തി ഉള്ളതെന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ അവര് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ കുറിച്ചും അവരുടെ ജീവിതശൈലിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹമായിരുന്നു അവര് എന്ന് പൊതുവെ മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാല് അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒന്നിച്ചനുഭവിക്കാൻ സൗഭാഗ്യം ലഭിച്ച വിഭാഗമായിരുന്നു അവര് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവരിലേക്ക് പ്രവാചകൻ വന്നപ്പോൾ ആ പ്രവാചകനെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനത നൂഹ് അലൈഹി ഇസ്ലാമിനെ ധിക്കരിച്ച പോലെ തന്നെ ധിക്കരിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അവരും വിധേയമായി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പരാമർശിക്കുന്ന കാര്യങ്ങളിൽ ഏതാണ്ട് ഒരു സാമ്യത ഉള്ളതായിട്ട് തോന്നുന്നു. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം പോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാം ആദ് ജനതയ്ക്ക് സന്ദേശങ്ങൾ നൽകുന്നു. അവരതിനെ തള്ളിപ്പറയുന്നു. അങ്ങനെ ഒടുവിൽ അവർ ശിക്ഷിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ഈ ആയത്തുകളുടെയും പശ്ചാത്തലം. നമുക്ക് ഒരു ആയത്ത് 65-ാമത്തെ ആയത്ത് പാരായണം ചെയ്യാം. وَإِلَى عَادٍ أَخَاهُمْ هُودًا قَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ أَفَلَا تَتَّقُونَ وَإِلَى عَادٍ ആദിലേക്കും വാവ് ചേർത്താ പറയുന്നത് ഇല ആദിൻ ആദ് ജനതയിലേക്കും അഹാഹും അവരുടെ സഹോദരൻ ഹൂദൻ ഹൂദിനെ. എന്താ അങ്ങനെ പറഞ്ഞത്? ഒരു പൂർണ്ണതയില്ലാത്ത വാചകം. ആദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെയും എന്ന് പറയാം. എന്താണ് ബാക്കി നൂഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയെടുത്തുണ്ട്. ലഖദ് അർസൽന, അല്ലെ? ലഖദ് അർസൽന ഇല ആദിൻ അഖാഹും ഹൂദൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അയച്ചിരിക്കുന്നു എന്ന് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. വ ഇല ആദിൻ അഖാഹും ഹൂദ, ആദ് ജനതയിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെയും നാം നിയോഗിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഖാല, അങ്ങനെ ആ പ്രവാചകൻ അവരെ ഉത്ബോധിപ്പിക്കുകയാണ്. യാ ഖൗമി, എന്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ. മാ ലക്കും, നിങ്ങൾക്ക് ഇല്ല, മാ ഇല്ല, ലക്കും നിങ്ങൾക്ക്, മിൻ ഇലാഹ്, ഒരു ആരാധ്യനും ഒരു ദൈവവും ഇല്ല, ഗൈറുഹു, അവനെ കൂടാതെ ഒരു ദൈവവും ഇല്ല. ആണോ, അഫല, ഇല്ലയോ, തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നില്ലയോ, നിങ്ങൾ ഭയഭക്തരാകുന്നില്ലയോ എന്നൊരു ചോദ്യമാണ്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം എങ്ങനെയായിരുന്നു? ഇതേ ശൈലി തന്നെയാണ്. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, അതേ വാചകം, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇതേ വാചകമാണ് ഹൂദ് അലൈഹി ഇസ്ലാമും പറയുന്നത്. അഫലാ തത്തഖൂൻ എന്ന് ഒടുവിൽ പറയുന്നുണ്ട്. അവിടെ നൂഹ് അലൈഹിസ്ലാം എങ്ങനെയാണ് അത് അവതരിപ്പിച്ചത്? അത് പിന്നീടുള്ള വാചകങ്ങളിൽ വരുന്നുണ്ട്. വലി തത്തഖൂ എന്ന് പറയുന്നുണ്ട്, അല്ലെ? ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, വരാനിരിക്കുന്ന ആ ഭയാനകമായ ദിനത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എന്ന ശൈലിയിൽ പറയുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, പ്രമേയം ഒന്ന് തന്നെയാണ്. വാചക ഘടനയിൽ പോലും ആ തലം നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പൊ അടിസ്ഥാനപരമായിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇത് ചുരുക്കി എങ്ങനെ പറയാം? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവിൻ. അതാണ് ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം, അല്ലെ? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ലാ ഇലാഹ, അവനല്ലാതെ ഒരു ദൈവമില്ല. അതാണ് ആദ്യം പറയാം, ലാ ഇലാഹ, ഒരു ദൈവവും ഇല്ല. ഇങ്ങനെ ഈ ആശയം തന്നെയാണ് തൗഹീദിന്റെ അടിത്തറയാകുന്ന ഈ ആശയമാണ് എല്ലാ പ്രവാചകന്മാരും
മുന്നോട്ട് വെക്കുന്നത്. ഇതില് പ്രവാചകന്മാർ സ്വീകരിച്ച പ്രബോധന ശൈലി ഇവിടെ പ്രത്യേകതയുണ്ട്. ഇവിടെ ഹൂദ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ അഹാഹും ഹൂദ എന്നൊരു പ്രയോഗമുണ്ട് അല്ലെ. അഹാഹും ഹൂദ, അവരുടെ സഹോദരനായ ഹൂദ്. അപ്പൊ അതിന്റെ ആശയം എന്താണ്? ഒന്ന്, അവരിൽ തന്നെ ജനിച്ചു വളർന്ന ആളായിരുന്നു ഹൂദ് അലൈഹിസ്സലാം. പിന്നെ ഒന്ന്, അവരിലെ പ്രമാണിമാരായ ആൾക്കാരെ കുറിച്ച് പറയാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആ വലിയ ഉയർന്ന കുലത്തിൽ, തറവാട്ടിൽ തന്നെ പിറന്ന ആളാണ് ഹൂദ അലൈഹിസ്സലാം. അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുമ്പോൾ അങ്ങനെയാണ്, ന്യൂനതകളൊന്നും ഇല്ലാത്ത വിധത്തിൽ, ആർക്കൊന്നും പറയാനില്ലാത്ത അവസ്ഥയിലാണ് നിയോഗിക്കുക. അപ്പൊ അത് മറ്റുള്ളവർ മോശക്കാരാണെന്ന് പറയാൻ വേണ്ടിയല്ല. റസൂലുള്ള വരുമ്പോ എവിടെയാണ്? അറേബ്യയിലെ ഏറ്റവും ഉന്നത ഗോത്രമായ ഖുറൈശി ഗോത്രത്തില് അല്ലെ, മക്കയിലെ ഏറ്റവും പ്രബല കുടുംബമായ ഹാഷിം കുടുംബത്തിൽ, അങ്ങനെയാണ് വരുന്നത്. കാരണം അങ്ങനെ ഉണ്ടല്ലോ, അതിന്റെ പേരിൽ ആളുകൾ അകന്നു നിൽക്കേണ്ടതില്ല. അത് കുറെ അനുകൂല ഘടകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിനാൽ അഹാഹും, അവരുടെ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കും. അതിനെ തന്നെ മറിച്ചും വ്യാഖ്യാനം ഉണ്ട് കേട്ടോ. എന്താണ്? അവരിൽപ്പെട്ട ആളല്ല, അതിനാൽ അവരുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ സഹോദര സമുദായത്തിൽപ്പെട്ട എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചവരുമുണ്ട്. ഏതായാലും ആ സമൂഹത്തിന്റെ പൾസ് അറിയുന്ന പ്രവാചകനായിരുന്നു. എന്നിട്ട് വിളിച്ചു കണ്ടില്ലേ, യാ ഖൗമി, എന്റെ സമൂഹമേ. നൂഹ് അലൈഹിസ്സലാമും അതേ ശൈലിയിലാണ് വിളിച്ചത്. ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, യാ ഖൗമി അബ്ദുല്ലാഹ്. അപ്പൊ അതിൽ ഗുണകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, എന്റെ സമൂഹമേ. അവരെ പ്രത്യേകിച്ച് ലേബിൾ ഒട്ടിച്ച് മാറ്റി നിർത്തുന്നതിന് പകരം എല്ലാവരെയും കൂടി പറഞ്ഞതാണ്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. ഇനി ആയത്തുകൾ തുടരും. എന്തായിരുന്നു അവരുടെ പ്രതികരണം? ഒടുവിൽ അവർക്ക് എന്ത് സംഭവിച്ചു? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പരാമർശങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കൊരു ദൗത്യമുണ്ട്. ആ പ്രവാചകന്മാർ കടന്നുപോയി, അവരുടെ സന്ദേശങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ആ പ്രവാചകന്മാരുടെ സ്ഥാനത്ത് ഇന്ന് നമ്മളാണ്. അതിനാൽ പ്രബോധന പ്രവർത്തനം എങ്ങനെയാണോ സാധിക്കുക, ആ നിലയിൽ നിരന്തരം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള ഒരു ആശയം ഇത് അടങ്ങിയിട്ടുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖുർആനിനെ സമീപിക്കുവാൻ, ഖുർആനിക ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്ന് ഒരു പ്രബോധകന്റെ സംസ്കാരം ഉൾക്കൊള്ളുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. നമ്മുടെ ഗ്രൂപ്പിലും പലരും ഹജ്ജിന് വേണ്ടി നിയത്ത് ചെയ്തിട്ടുണ്ട്. ചില തടസ്സങ്ങൾ പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്ക് വരുന്നതായിട്ട് വാർത്തകൾ ഉണ്ടായിരുന്നു. ഒരു 42,000-ഓളം പേര് കേരളത്തിൽ നിന്ന് സാങ്കേതികമായ ചില തടസ്സങ്ങൾ പെട്ടിരിക്കുകയാണ്. അത് ഹാജിമാരുടെ കുഴപ്പമില്ല, മറിച്ച് അത് ഭരണകൂട തലത്തിലോ മറ്റോ സംഭവിച്ചിരിക്കുന്ന ചില പിഴവുകളാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും അതെല്ലാം നീങ്ങിക്കിട്ടും എന്ന പ്രാർത്ഥനയിലാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം ജീവിതത്തിലെ ആയുസ്സിൽ ഒരിക്കൽ കൊതിച്ച് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ച് പ്രാർത്ഥിച്ച് അതിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തടയപ്പെടുക എന്നുള്ളത് വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അള്ളാഹുവെ, ആ സഹോദരങ്ങളുടെ എല്ലാം ഹജ്ജ് യാത്ര സഫലമാക്കണേ റബ്ബേ. എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊടുക്കണേ നാഥ. പടച്ചവനെ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹുവേ, ശിഫ നൽകി അനുഗ്രഹിക്കണേ. സാമ്പത്തിക പ്രയാസങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്ന പലരുമുണ്ട്. എല്ലാവർക്കും ആശ്വാസം നൽകണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. വഖഫ് ബില്ല്, അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിലെ വിചാരണ തുടരുന്ന ഘട്ടമാണ്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എല്ലാം അനുകൂലമാകാൻ. അല്ലാഹുവേ, നീതി നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും പ്രതികൂല അന്തരീക്ഷങ്ങളിൽ നിന്ന് അനുകൂല സാഹചര്യങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കണേ നാഥ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.